ബെത്ലഹേം കുടുംബ യൂണിറ്റ് നല്ല അടിപൊളി പടം. ഈ വർഷത്തെ ഓണം നിവിൻ പോളി തൂക്കി എന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാൻ പറ്റും. നമ്മുടെ മലയാള സിനിമയിൽ ഈ ഈ ഒരു മൂവിക്ക് വന്നിട്ടുള്ള തീമും ആ ഒരു ആക്ടറിൻ്റെ ആവശ്യം വേണ്ട സ്കിൽസ് ഇല്ലേ, ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മലയാളം സിനിമയിൽ വേറൊരാൾക്കും നിവിൻ പോളിയുടെ അത്രയ്ക്ക് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം നിവിൻ്റെ ഒരു സേഫ് സോണാണ് ഈ ഒരു ലവ് റൊമാൻസ് ട്രാക്ക് എന്ന് പറയുന്നത്. അത് കിടുക്കനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയാം. നിവിൻ പോളിയുടെ ഓരോ എക്സ്പ്രഷൻസും വരും. നമുക്ക് ആ ഒരു മൂവിയിൽ നിവിൻ പോളിയോട് ആരെങ്കിലും പറയുമ്പോൾ നമ്മളോട് പറയുന്ന പോലെ നമുക്ക് അത്രയ്ക്ക് ഇൻവോൾവ് ആയി പോകും. നൈസ് പടമാണ്. ഗിരീഷ് ഷേഡിയുടെ നമുക്കറിയാം ഫീൽ ഗുഡ് മൂവീസ് ഒരുപാടുണ്ട്. നല്ല കാണാൻ ബോറടിപ്പിക്കാത്ത പടങ്ങളാണ് ഗിരീഷ് ഷേഡിയുടെ. സോ ഇത് ബോറടിപ്പിക്കുക എന്നുള്ളതല്ല, നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക. 2.5 മണിക്കൂർ നമുക്ക് ഒരു സെക്കൻഡ് പോലും എനിക്കൊന്നും ലാഗ് തോന്നിയിട്ടില്ല. പടം കഴിഞ്ഞു. ലൈക്ക് നമുക്കറിയാം ചെറിയൊരു കഥയാണ്, പക്ഷേ ഈ ഒരു കഥ വലിച്ച് ഒരുപാടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുറേ ക്രിഞ്ച് അടിക്കും, കുറേ ആൾക്കാർക്ക് ബോറടിക്കും. പക്ഷേ ഈ ഒരു കഥ നമുക്കറിയാം എന്താണ് തീം എന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ ഏജ് ഡിഫറൻസ് എന്നുള്ളതൊക്കെ തന്നെയാണ്. ആ ഒരു തീം വെച്ചിട്ട് ഇത്രയ്ക്ക് നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് എഴുതി ഒരു തരി പോലും നമ്മൾക്ക് ക്രിഞ്ച് അടിപ്പിക്കാണ്ട് അല്ലെങ്കിൽ നമ്മളെ ലാഗ് ചെയ്യിപ്പിക്കാണ്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഈ ഒരാൾക്ക് എന്തെങ്കിലും കുറേ ആൾക്കാരിക്കുമ്പോൾ ഒരാൾ ഊക്ക് കിട്ടണം കളിയാക്കൊക്കെ സീനില്ല. സോ അതൊക്കെ അതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നുണ്ടാവുക. ഒരുപാട് സീനാരിയോസ് ഉണ്ട്. പിന്നെ നിവിൻ പോളിക്ക് നാണം വരുന്നു എന്ന് പറഞ്ഞൊരു സീനുണ്ട്. എന്താ നിനക്ക് നാണം വരുന്നുണ്ടോ ചോദിക്കുമ്പോൾ ബ്ലഷ് ചെയ്യുന്നൊരു സീനുണ്ട്. ലൈക്ക് ഒരു നാണം കൊണ്ട് മുഖം കാണിക്കാൻ അതൊക്കെ ശരിക്കും നമുക്കായിരിക്കും കറക്റ്റ് ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. അങ്ങനെ എല്ലാ മൂവീസൊന്നും കാണാത്ത ഒരാളാണ്. എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി പടത്തിന് തോന്നിയിരുന്നൊരു വൈബ് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ പോയി കണ്ടത്. നൈസ് പടമാണ്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. സുരേഷ് കൃഷ്ണ വേറെ ലെവലാണ്. മറ്റേ ചൂരലിൽ ആ പുള്ളിയുടെ പേരെനിക്കറിയില്ല, ചൂരലിൽ അഭിനയിച്ചിട്ടില്ല. അവൻ്റെ കുറേ കൗണ്ടറുകളുണ്ട്. കറക്റ്റ് സ്പോട്ട് ഓൺ കൗണ്ടേഴ്സാണ്. എസ്പെഷ്യലി നമ്മൾ സ്ക്രിപ്റ്റഡ് ആയിട്ട് എഴുതി വെക്കുന്ന കൗണ്ടറുകളാണെങ്കിൽ പോലും മേ ബി ഇങ്ങനെ ഒരു സാധനം പറയണമെന്നുണ്ടെങ്കിലും അത് പ്രസൻറ്റ് ചെയ്യുന്നത് അവർ തന്നെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും. അവരുടെ സ്റ്റൈലിൽ പ്രസൻറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കാണാതെ പഠിച്ച് നാടകം പറയുന്ന പോലെ അല്ലാണ്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. സോ അത് കറക്റ്റ് നമ്മൾ സ്പോട്ടിൽ തട്ടുന്ന പോലത്തെ തോന്നുന്ന സംഭവങ്ങളൊക്കെയാണ്. നൈസായിട്ട് എടുത്തിട്ടുണ്ട്. മമിത നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ 30 വയസ്സൊക്കെ കഴിഞ്ഞ് ഇനി പ്രേമമൊന്നും സെറ്റ് ആവില്ല നമ്മുടെ ലൈഫിൽ എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു മിന്നാമിനുങ്ങ് വിളിച്ചോ ടോർച്ച് വിളിച്ചൊക്കെ അവരുടെ മനസ്സിലേക്കും വരാൻ സാധ്യതകളുണ്ട്. നൈസ് മൂവി എനിക്കിഷ്ടമായി. എല്ലാവരും ചെന്ന് കാണുക. അതുകൊണ്ട് ചെറിയൊരു റിവ്യൂവിൽ ഒതുക്കിയേക്കാണ്. വേറെ എന്തോ പറയണമെന്നുണ്ടായിരുന്നു. എനിവേ നൈസ്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഒരിട്ടം കൂടി കാണണമെന്നുണ്ട്. നൈസാണ്. ഈ ഫീൽ ഗുഡ് മൂവീസിൻ്റെ ഒരു ഫാനാണ് ഞാൻ. എസ്പെഷ്യലി മറ്റേ ജിസ്ജോയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം വിജയ് സൂപ്പർ പൗർണമി, സൺഡേ ഹോളിഡേ, ഇതൊക്കെ നമുക്ക് തന്നെ പേഴ്സണലി നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഫീൽ ഗുഡ് മൂവീസാണ്. സോ ആ ഒരു കാറ്റഗറിയിലേക്ക് എടുത്തു വെക്കാവുന്ന നല്ലൊരു അടിപൊളി പടമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്.